ഈ ഗുരുകുലത്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തെ ചില ശിഷ്യന്മാരുണ്ട്, നമ്മൾ പഠിപ്പിച്ച അതേ വിദ്യകൾ തന്നെ നമ്മൾക്കിട്ട് പ്രയോഗിക്കും. സെന്നിൽ ഇതൊരിക്കലും ഗുരുക്കന്മാർ അനുവദിക്കില്ല. ഒരു ദിവസം ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എല്ലാം ശൂന്യതയാണല്ലേ, മായ എന്ന് പറയുന്നതാണ് എല്ലാം മനസ്സില്ല, നമ്മളില്ല, ആത്മാവില്ല, ദൈവമില്ല, ലോകമില്ല, ഇതെല്ലാം മിഥ്യയല്ലേ, ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റുമോ? ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലായ്മയല്ലേ ധ്യാനമെന്ന് ഗുരുവിനോട് അങ്ങോട്ട് ചോദിച്ചു. ഗുരു അവിടെ നിന്ന് ഒരു മുളവടി എടുത്ത് അവൻ്റെ ഉച്ചക്കൊട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തു. അവൻ ഉടനെ കരയാൻ തുടങ്ങി. ശൂന്യതയിൽ ഒന്നുമില്ലെങ്കിൽ എവിടെ നിന്നാണ് നിനക്ക് ഇപ്പോൾ ഈ കരച്ചിൽ വന്നെന്ന് ചോദിച്ചു. അപ്പോഴാണ് ശിഷ്യന് ബോധം ഉണ്ടായത്. അതോടുകൂടി അദ്ദേഹം ധ്യാനത്തിലേക്ക് പോയി എന്നാണ് കഥ. കഴിവുള്ളിടത്തോളം നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും അത് നിശബ്ദമായി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുവാനും ചെയ്യുമ്പോഴാണ് പാത്രമുണ്ടാക്കാവുന്ന ഒരു പാത്രമാകുന്നത്. നമ്മൾ പറയുന്നത് ഒച്ച ഉണ്ടാക്കുന്ന പാത്രം എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. അപ്പം കാലിയായ പാത്രം എപ്പോഴും ഒച്ച വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കിട്ടുന്നത് ആരും അറിയാതെ റിസീവ് ചെയ്യുകയും നമ്മുടെ നിത്യജീവിതത്തിൽ ആരും അറിയാതെ അത് പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന രഹസ്യത്തിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെ കേട്ടോ. ഇന്നതുപോലെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.